എങ്ങനെ ഒരു സർപ്രൈസ് ചെയ്യുന്ന സമയത്താണ് പാറും ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്നത്? ചേട്ടനെ കണ്ടാൽ മതി. ചേട്ടനാണ് വലിയ ഗിഫ്റ്റ് എന്നൊക്കെ. ഞങ്ങള് വല്ലപ്പോഴൊക്കെ ഇല്ലേ കാണുള്ളൂ. അപ്പൊ ആളെ കണ്ടാൽ മതി. അല്ലെങ്കിൽ കോളിങ് മാത്രമല്ലേ ഉള്ളൂ. കണ്ടാൽ മതി. കുഞ്ഞു പൂക്കളിൽ പറന്നിറങ്ങും ശലഭമായി മഞ്ഞു പെയ്യും ഈ തളിർവനങ്ങളിൽ. നമ്മൾ കുടുംബകലഹം ഓണാക്കുകയാണ്. പ്രപ്പോസ് ചെയ്ത ഒരു ഡേറ്റ് അല്ലെങ്കിൽ വർഷം. കൊറേ നമ്പറൊക്കെ വരുന്നുണ്ട് തലയിൽ കൂടെ. 2002. 2002 ചേട്ടൻ അറിഞ്ഞൂടാ, എഴുതണ്ട. പോയിട്ട് വേണം റൂമിലൊന്ന് കേറാന്നൊക്കെ. മിത്തുട്ടിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്ന സമയത്ത് മിത്തുട്ടി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വാക്ക്. ഓക്കെ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമുക്ക് ബാക്ക് ടു ഗെയിമിലേക്ക് പോവാം. ഇല്ലില്ല, എപ്പോഴും മിതുട്ടി പാടിത്തരുന്ന ഒരു പാട്ട്. ഒരു പാട്ടൊന്നും അല്ല പാടുന്നേ. ഒരു പാട്ടിന്റെ കൂടെ തന്നെ എല്ലാ പാട്ടും പാടോ? എന്തത് മാഷപ്പോ? രണ്ടുപേരും ഒരുമിച്ച് പാട്. പാടാൻ എന്താ പറയാ, കണ്ണക്കൊരു വണ്ണച്ചളി കാണിക്കൊരു വണ്ണച്ചളി എന്നോ കിളി ആ കിളി നീവാനം. പക്ഷെ പട്ടായയിൽ എന്താ എക്സ്പ്ലോർ ചെയ്യാനുള്ള കപ്പിൾസിന്? ചേട്ടാ ഇത് പാർവതി ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് കല്യാണം കഴിച്ചല്ലേ? ഞങ്ങള് ബെസ്റ്റ് മൊമെന്റിലൊന്നും ഞങ്ങള് കണ്ടിട്ടില്ലേ. ഇപ്പൊ അടുത്താണെങ്കിൽ നമുക്ക് കാണാല്ലോ, വീട്ടുകാരെ സമ്മതിച്ച നാളെ നമുക്ക് മീറ്റ് ചെയ്ത് കാണാൻ സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഞങ്ങള് കണ്ടിട്ടില്ലേ. ജോലി നേടാൻ ഒരേ ഒരു എൻട്രി ആപ്പ് ഡൗൺലോഡ് now. ഇതോടുകൂടി നമ്മൾ കുടുംബകലഹം ഓണാക്കുകയാണ്. അതെ, ഒരു മേഡ് ഫോർ ഈച്ച് ഗെയിമിലേക്ക് നമ്മൾ കടക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾ പരസ്പരം എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ അറിയാൻ വേണ്ടി പോവാണ്. നിങ്ങൾ റെഡിയാണോ? ഒന്നും മിണ്ടുന്നില്ല രണ്ടുപേരും. ഓക്കെ, തുടങ്ങിയാലോ? കള്ളത്തരം കാണിക്കരുത്. രണ്ടുപേരും അങ്ങോട്ട് ഫോണ് മാറിയിക്കാം. ഞാൻ ആർക്കാണ് ഒരാളെ കുറിച്ച് ഇത്രയും നന്നായിട്ട് അറിയാം എന്നതാണ് നോക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. മിത്തുട്ടി ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നുന്ന സമയത്ത് പാർവതിയെ വിളിക്കുന്ന ഒരു പേര്. ഇത് ഈസിയാണെന്ന് എനിക്ക് അറിയാം. ഇട്ടുകൊടുത്ത പാവങ്ങൾ പേടിയൊന്നും മാറ്റാറാ. സിമ്പിൾ ആയി പോയി. ഇതൊക്കെ ടൈപ്പ് ചെയ്തില്ല രണ്ടുപേരും. പച്ചു. പച്ചു എന്താ പച്ചു എന്നാണോ അവിടെ? പച്ചു എന്തുകൊണ്ട് ഈ പച്ചു വിളികളെ? ഈ ഫഹദിക്കും നസ്നയാത്തെയും വച്ചു പച്ചു എന്നൊക്കെ വിളിക്കുമ്പോ നച്ചു എന്നൊക്കെ വിളിക്കുമ്പോ എന്നാ പിന്നെ നമ്മളെ വെച്ചു അവര് ഇൻസ്പയർ ആയിട്ടാണോ പച്ചു വിളിച്ചേ? വച്ചു. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഭയങ്കര ഇതുവരെ ആരും വിളിക്കാത്ത പേര് വിളിക്കണം, അങ്ങനെ ഞാൻ വിളിച്ചതാ. ഓക്കെ, എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുകൊണ്ടാ വിളിച്ചെന്നൊക്കെ? അത് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ എല്ലാരും എന്നെ പാറുന്നാ വിളിക്കുന്നത്. അപ്പോ ഞാൻ നിനക്ക് വേറെ പേരിട്ട് തരാന്നും പറഞ്ഞിട്ടാ ഈ പേരിട്ട്. അതേപോലെ തിരിച്ചു വിളിക്കുന്ന പേരുണ്ടോ? സ്നേഹം കൂടുമ്പോ മിത്തുട്ടിനെ ഏതല്ല മിത്തുട്ടിനെ വിളിക്കുന്ന പേരുണ്ടോ? മിസ്റ്റർ മിഥു. മിസ്റ്റർ പറഞ്ഞ പോലെ വിളിക്കത്തില്ലല്ലോ വേറെ. മിഥു മിഥു മിസ്റ്റർ മിഥു അങ്ങനെ പറയാമല്ലോ. അങ്ങനെയാണോ? ഷോ, മിസ്റ്റർ മിഥു സ്നേഹം കൂടെ വിളിക്കുന്ന മിസ്റ്റർ മിഥു. കൊള്ളാം. ഓക്കെ, അപ്പൊ ഒരു മാർക്ക് കിട്ടോ രണ്ടുപേരും. ഇതുപോലെ നന്നായിട്ട് കളിക്കുക, രക്ഷപ്പെട്ടു. ഇനി കുറച്ച് ടഫായിരിക്കും. ഓക്കെ, നിങ്ങള് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്ത ഒരു ഡേറ്റ് അല്ലെങ്കിൽ വർഷം, അല്ലെങ്കിൽ ഒരു ഡേറ്റ് പറഞ്ഞാൽ അത്രയും സന്തോഷം. വർഷവും ഡേറ്റും നോക്കരുത്. പാർവതി കിട്ടി. ഞാൻ എഴുതട്ടെ. ആര് വെറുക്കുന്നുണ്ട്? കൊറേ നമ്പറൊക്കെ വരുന്നുണ്ട് തലയിൽ കൂടെ. ചേട്ടൻ അറിഞ്ഞൂടാ, എഴുതണ്ട. അല്ല, മിത്തുട്ടി അല്ലേ പ്രപ്പോസ് ചെയ്ത്? അല്ല, എന്നാലും ചേട്ടന് ഓർമ്മയില്ല. അന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഇത് എഴുതിയിട്ടുണ്ട്. എന്നാണ് പ്രപ്പോസ് ചെയ്തത്? ആരാ ഫസ്റ്റ് പറയണേ? ഞാൻ പറയാം. ഓക്കെ, പറ. അല്ല, ആള് പറയട്ടെ. ആള് പറയാ. ശരിയാ, ചേട്ടൻ പറ. ചേട്ടാ, ചേട്ടൻ മാറ്റും. ചേട്ടൻ എപ്പോഴാ ചേട്ടാ പ്രപ്പോസ് ചെയ്തേ? പോലെന്നായിരുന്നു പൂരത്തിന് മുന്നേ പറഞ്ഞു. മുന്നേ കറക്റ്റ് അറിയാ. 2002.
2002-ലോ? ഞങ്ങളത് കുഞ്ഞായിരുന്നു. 22. അത് ഫസ്റ്റ് മെസ്സേജ് അയച്ചതാ ഹായ്. കറക്റ്റ് ഫസ്റ്റ് മെസ്സേജ് അയച്ചത് 2000. ഞാൻ ചോദിച്ചു പ്രപ്പോസ് ആണ്, മെസ്സേജ് ഒന്നല്ലോ. ഞാൻ തോറ്റു, നീ പറ. 4/1/2023. ഏതൊക്കെ 4/1/2023. മെമ്പർ പൊളിച്ചു. താങ്ക് യു എന്നൊക്കെ. ഓക്കെ, അപ്പൊ 1-0 ആണ്. ശരി, ഇനി പാർവതിയുടെ +2-ന് അല്ല വേണ്ട SLC-ക്ക് പാർവതിക്ക് കിട്ടിയിട്ടുള്ള ഒരു മാർക്ക്. ഞാൻ പെട്ടു. അറിയത്തില്ല, ഫസ്റ്റ് മാറ്റി ഒന്നുകൂടി പറ. ഇല്ല SLC-ക്ക് പാറിന് കിട്ടിയിട്ടുള്ള മാർക്ക്. അത് ഞാൻ എഴുതണോ? ഒരു പെർസെന്റേജ് ആയാലും മതി. അത് ചോദിച്ചാ എനിക്കും അറിയത്തില്ല. എന്നാലും ഊഹിച്ച് രണ്ടുപേരും എഴുത്. കറക്കി കുത്തന്. ഓക്കെ, എത്രയാ പാറു? ഞാൻ 74 ഒന്നാ എഴുതിയേ. 74. ഇവിടെ എന്താ എഴുതി? 82. കൂട്ടി എഴുതിയതാ. അത്രയൊന്നും ഇല്ല, ഞാൻ ആവറേജ് ആയിരുന്നു. ഞങ്ങളവിടെ ഓ, ഇവിടെ അത്ര ഉണ്ടാവായിരിക്കും ബുജ്ജി. ചേട്ടന്റെ എക്സ്പെക്ടേഷൻ അങ്ങനെയായിരുന്നു. നിങ്ങൾ ഈ വിഷയം ഒന്നും സംസാരിച്ചിട്ടില്ല അല്ലെ? ഈ ഏരിയയിലേക്ക് ഒന്നും കടന്നിട്ടില്ല, താല്പര്യം ഇല്ലാത്തതുകൊണ്ട്. ഇല്ല, എനിക്ക് ടച്ച് വിട്ട് പോയോണ്ട് ഞാൻ പിന്നെ ആ പരിസരത്ത് പോയിട്ടില്ല അത്. ഓക്കെ, ഇനി മിത്തുട്ടിയുടെ ഫേവറേറ്റ് കളർ. എനിക്കറിയത്തില്ല, കറങ്ങി കുത്ത. കറങ്ങി കുത്തിക്കോ. നോക്കുന്നു. മിത്തുട്ടിയുടെ ഫേവറേറ്റ് കളർ ആണ് ഞാൻ ബ്ലാക്ക് എഴുതിയത്. ബ്ലാക്ക്. ബ്ലാക്ക് ആണോ? ഓ, കറങ്ങി കുത്തിയതാണെങ്കിലും ഓക്കെ ആണ്. കൂടുതലും ബ്ലാക്ക് ബ്ലാക്ക് ആണ് ഇടാ. പൊതുവെ ആൺകുട്ടികൾ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ അല്ലേ? ഇതായിരിക്കും ഏറ്റവും കൂടുതൽ കോമൺ. ബ്ലൂ അങ്ങനെ ഇല്ല, ബ്ലാക്കാ ഫുള്ള്. എനിക്കില്ല, ബ്ലാക്ക് ആണ് കൂടുതൽ ഇഷ്ടം. യൂസ് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അങ്ങോട്ട് ചോദിക്കട്ടെ, ഇത്ര സന്തോഷമുണ്ട്. ആളുടെ ഫേവറേറ്റ് കളർ അറിയോ? ടാസ്ക് ആണല്ലോ. എന്താ ഫേവറേറ്റ് കളർ? ടൈപ്പ് ചെയ്താ വേണമെങ്കിൽ. ബ്ലൂ. സോറി, ബ്ലാക്ക്. ഡ്രസ് അങ്ങനെ ബ്ലാക്ക് ഇട്ട് കഴിഞ്ഞാൽ പൊളിക്കും. ഇനിയിപ്പോ ഫുൾ ബ്ലാക്ക് ആയിരിക്കും, അലമാര നിറച്ചു. ബ്ലാക്ക് ഇട്ട് കാണാൻ ഇഷ്ടമുള്ള കളർ എന്നാണ് ആൾ ഉദ്ദേശിച്ചത് അല്ലേ? ഓക്കെ ഓക്കെ, ശരി. ഇവിടെ എഴുതി വെക്കണം, ഇട്ട് കാണാൻ ഇഷ്ടമുള്ള കളർ. പാറുവിന്റെ ഫേവറേറ്റ് ഫുഡ്. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞോ? ഓക്കെ ഞങ്ങളെ നോക്കട്ടെ. ഓക്കെ, പറയൂ. ബോളിയും പായസം. അതല്ലേ ഞാൻ എഴുതിയ നീ ഏതാ എഴുതിയെ? ബിരിയാണിയാ. ഓ, തിരുവനന്തപുരത്തായിട്ട് ബോളി പായസം. ഞാൻ എപ്പോഴും പറയുന്നത് അതാ, എനിക്കത് ഇഷ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. സദ്യയോടെ കഴിക്കാൻ ഇഷ്ടാ. നിന്റെ കൂടെയാണ് നിനക്ക് ബിരിയാണി ഇഷ്ടപ്പെട്ടത്? ബിരിയാണി അല്ലെങ്കിൽ ഇഷ്ടാ. അവിടെ പോയാലും ബിരിയാണി അല്ലേ കഴിക്കുന്നത്. പിന്നീട് വാങ്ങിക്കൊടുക്കാറുണ്ടോ? ഇല്ല, പക്ഷെ ബിരിയാണി മനസ്സിലായില്ലേ? ഞങ്ങൾ സിമ്പിളായി ലളിതമായ ജീവിതം അതെ, ബോളി പായസം. അത് ചേട്ടന് ഇഷ്ടമല്ല. എനിക്ക് തിരുവനന്തപുരംകാർക്കാണ്, എനിക്ക് അത്ര വലിയ കാര്യമില്ല. പക്ഷെ നമ്മൾ തിരുവനന്തപുരത്ത് പോയാൽ നമ്മൾ കഴിക്കും. ചേട്ടൻ വന്നിട്ട് കല്യാണത്തിന് അത് ഉണ്ടായിരുന്നു, എന്നിട്ടും ചേട്ടൻ കഴിച്ചില്ല. ബോളി പോകുമ്പോ ഞാൻ ഇങ്ങനെയായിരുന്നു. വേണ്ട, പൊക്കോ. വേണ്ട. ഓക്കെ, മിത്തൂട്ടിയുടെ ഫേവറേറ്റ് മൂവി. അതെനിക്കറിയില്ല. അങ്ങ് എഴുത്. കറക്കി കുത്ത്. എനിക്കറിയത്തില്ല, ഞാൻ ഡോട്ട് ഇട്ടിട്ടുണ്ട്. അറിയത്തില്ല. ഓക്കെ, എനിക്കറിയത്തില്ല. ക്വസ്റ്റ്യൻ മാറ്റാം. പക്ഷെ വേറെ കാര്യമുണ്ട്, ഞങ്ങൾ രണ്ടുപേരും അവിടെയും മലപ്പുറത്തൊക്കെ. അയ്യോ, എപ്പോഴും മിഥുട്ടി പാടിത്തരുന്ന ഒരു പാട്ട്. എഴുതിയിട്ടുണ്ട് ഞാൻ. അയ്യോ, ഞാൻ മറന്നുപോയി. എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ടായിരുന്നു ചേട്ടൻ പാടി. അങ്ങനെ ക്ലൂ കൊടുക്കില്ലേ? അല്ല, അത് ഞാൻ മറന്നുപോയി. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇല്ല, എന്നാലൊരു പാട്ട്. ഒരു പാട്ടൊന്നും അല്ല പാടുന്നേ, ഒത്തിരി പാട്ട് പാടിത്തരും. ഒരു പാട്ടിന്റെ കൂടെ തന്നെ എല്ലാ പാട്ടും പാടോ? എന്തത് മാഷ്. ഓക്കെ, ഏത് പാട്ട് എഴുതിയേ? ഈ പാട്ട് പ്ലീസ് ചേട്ടൻ പാട്. രണ്ടുപേരും ഒരുമിച്ച് പാട്. കണ്ണ് കൊനു വണ്ണക്കിളി കാണ് കൊനു. കുറച്ചാണ് വെയിറ്റ് ചെയ്ത് വൈകുന്നേരം. അപ്പൊ കുറച്ച് വെയിറ്റ് ചെയ്ത് ഇല്ല പാട്. ഞങ്ങൾ വേണമെങ്കിൽ കന്നഡ പാടിയോ?
കണ്ണുക്കൊരു വണ്ണക്കിളി കാതുക്കൊരു നല്ലതായിട്ട് പാടും. അത് ആ സമയത്തോ വരുന്നുള്ളൂ. അതാണ് ആ സമയത്ത് മാത്രമേ അത് വരുമെന്നൊക്കെ ആളുടെ മുഖത്ത് നോക്കി പാടിക്കാം ഫോണിലേക്ക് വിളിക്കുമ്പോ. പാടാൻ പറ്റുന്നില്ല. എന്താ പറയാ, പാടിക്കോ. കണ്ണുക്കൊരു വണ്ണക്കിളി കാതുക്കൊരു വണ്ണക്കിളി നോക്കിളി ആ കിളി നീതാനമ്മ ആ കിളി പോലെ മതിയോ? ഇനി പഠിപ്പിക്കണോ? ഞമ്മളെ തന്നെ പറഞ്ഞു വേണ്ടത്. വേണ്ട. ഓ, ശരി. നമുക്ക് ബാക്ക് ടു ഗെയിമിലേക്ക് പോവാം. ഇനി കഴിഞ്ഞില്ലേ? ഇല്ലില്ല. അടിപൊളി. കുടുംബങ്ങളെ ഉറപ്പായിരുന്നു. മിത്തൂട്ടിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്ന സമയത്ത് മിത്തൂട്ടി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വാക്ക് അത് പറയാൻ പറ്റും. സിമ്പിളായിട്ട് എഴുതിയാൽ മതിയേ. വലിച്ചു നീട്ടണ്ട കേട്ടോ അതൊക്കെ. എഴുതി. ഞാൻ എഴുതിക്കില്ല. ഞാൻ എഴുതി. ചേട്ടൻ പറഞ്ഞോ? ഞാൻ പറയാം. എഴുതി. അവളെ ടൂ 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 വെച്ചിട്ടുണ്ടല്ലോ. അറിഞ്ഞൂടാത്തതാ. ഓക്കെ, എഴുതിയോ? അത് ശരിയാണോ? വളരെ ശരിയാ. കാരണം ഞാൻ പോടി പട്ടി എന്ന് ഞാൻ വിളി. അവള് ടൂ 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 ടൂ. ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചോ. ഓക്കെ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ കുറച്ച് സൈലന്റ് ആയി ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഉള്ളിൽ സൈലന്റ് ആണ്. നിങ്ങൾ പോയിട്ട് വേണം റൂമിൽ കയറി. റൂമിലൊന്ന് കേറാന്നൊക്കെ. പാറുവിന് എന്ത് തരം ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സർപ്രൈസ് കൊടുക്കുമ്പോഴാണ് പാറു ഭയങ്കര ഹാപ്പിയാവും? സർപ്രൈസ് പല രീതിയിലുണ്ടല്ലോ, എങ്കിലും എങ്ങനെ ഒരു സർപ്രൈസ് ചെയ്യുന്ന സമയത്താണ് പാറുവിന് ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്നത്? ഞാൻ വേറൊന്നും ചോദിക്കാറൊന്നുമില്ല. അതാണ് എഴുതുന്നത്. അല്ല, ഓക്കെ, എന്താ? ചേട്ടനെ കണ്ടാ മതി. ചേട്ടനാണ് വലിയ ഗിഫ്റ്റ് എന്നൊക്കെ. അല്ല, ഞങ്ങള് വല്ലപ്പോഴൊക്കെ ഇല്ലേ കാണുള്ളൂ. അപ്പൊ ആളെ കണ്ടാ മതി. അല്ലെങ്കിൽ കോളിങ് മാത്രല്ലേ ഉള്ളൂ. കണ്ടാ മതി. കണ്ടാ മതി എനിക്ക്. ഓക്കെ, എനിക്കത് കണ്ടാ മതി. എന്നാലും ഉമ്മ ശരി അപ്പൊ താറ്റാ ബൈ ചെയ്യും. ആള് ഓക്കെയാണ്. ഓക്കെയാണ്. അതൊക്കെ ശരി. ടൈപ്പ് ചെയ്ത് എന്താ? ഉമ്മ. ഉമ്മയോ? അതാണ് വലിയ ഗിഫ്റ്റ്. നേരിട്ട് കണ്ട സന്തോഷം കാണുമ്പോ ഒരു ഉമ്മ, അപ്പൊ ഡബിൾ ഹാപ്പി എന്നൊക്കെ. ഡ്രീം ഒരു യാത്ര. ഞാൻ കോമഡി എഴുതി വെച്ചിട്ടുണ്ടേ. ചേട്ടൻ സ്ഥിരം പറയുന്നത് ചേട്ടന് ഗോവയെ പട്ടായ. വേസ്റ്റ് കളഞ്ഞു. പട്ടായ മാത്രം എഴുതി വെച്ചു. ഇത് തന്നെ എപ്പോഴും പറയുന്നത്. ആദ്യം തന്നെ പട്ടായ രണ്ടുപേര് എഴുതിയ സ്ഥിതിക്ക് പട്ടായ തന്നെ ആദ്യം പോകാൻ പറ്റട്ടെ. പക്ഷെ പട്ടായയിൽ എന്താ എക്സ്പ്ലോർ ചെയ്യാനുള്ളത് കപ്പിൾസിന്? ചേട്ടൻ എപ്പോഴും ക്യാമറമാനൊരു നോട്ടം. നിറയെ പുഴകളുണ്ട്. പുഴകളുണ്ട്. അതിവിടെ ഉണ്ടല്ലോ. വെള്ളങ്ങളുണ്ട്. അതിവിടെ ഉണ്ടല്ലോ. അതെ, പുള്ളിക്കാരി എവിടെ പോയിട്ട് കാണിച്ചു കൊടുക്കണം. വന്നോ, കുഴപ്പമൊന്നുമില്ല. എനിക്ക് അവിടെ കാണണ്ട. കാണണ്ട. ഓക്കെ. ഈ പ്രേമിക്കുന്ന സമയത്ത് ഇതെങ്കിലും നമുക്കൊരു പൈങ്കിളി പരിപാടികളൊക്കെ ഉണ്ടാവല്ലോ. റിയൽ ലൈഫിൽ ഒരു അത്ര പൈങ്കിളിയാണോ? അങ്ങനെ നമ്മളല്ലാതെയും പൈങ്കിളി അങ്ങനെ ഇല്ലല്ലോ. സംശയത്തിന് ചോദിക്കേണ്ട എല്ലാവരും കറങ്ങൂടെ? നിങ്ങൾ അങ്ങനെ പൈങ്കിളി കപ്പിൾസ് അല്ല. പക്ഷെ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ മൊമെന്റ് അല്ലേ? നമുക്ക് നമ്മളെ സ്നേഹിച്ച പെൺകൊച്ചിനെ തന്നെ നമുക്ക് താലി കെട്ടാൻ പറ്റാന്ന് പറയണ ആ മൊമെന്റ് ഭയങ്കര സന്തോഷമുള്ളതായിരിക്കും. അത് നിങ്ങൾക്ക് ടെൻഷൻ ആണെങ്കിൽ അതും ഭയങ്കര ആസ്വദിച്ചിട്ടുണ്ടാവില്ലേ രണ്ടുപേരും? ടെൻഷനായാലും അതൊരു അടിപൊളിയായിരുന്നു. എനിക്കത് പാർവതി ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് കല്യാണം കഴിച്ചല്ലേ? അല്ല, ചേട്ടനെ കാണാനല്ലോ. അത് കൊറേ നാൾക്ക് ശേഷം പിന്നെ അപ്പോഴാണ്. എത്ര നാൾ ശേഷം പിന്നെ കല്യാണം ഫിക്സ് ചെയ്തിട്ട് കാണണേ? ഞങ്ങള് ബെസ്റ്റ് മൊമെന്റിലൊന്നും ഞങ്ങള് കണ്ടിട്ടില്ലേ. വീട്ടുകാർ സമ്മതിച്ചിട്ടുണ്ടെന്ന്. ഇപ്പൊ അടുത്താണെങ്കിൽ നമുക്ക് കാണാല്ലോ. വീട്ടുകാർ സമ്മതിച്ച നാളെ നമുക്ക് മീറ്റ് ചെയ്ത് കാണാൻ സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഞങ്ങള് കണ്ടിട്ടില്ലേ. ചേട്ടൻ പിന്നെ തിരക്ക് സംസാരം. പക്ഷെ തിരുവനന്തപുരം സ്ലാങ് ഇല്ലല്ലോ ആൾക്ക്. സംസാരിച്ച് പോയതാ. ആണോ? ആദ്യം ഉണ്ടായിരുന്നോ? ഈ രണ്ട് ജില്ലകളാവുമ്പോഴേ ചില വാക്കുകളൊന്നും മനസ്സിലാവില്ലല്ലോ. ഞാൻ എന്തൊരെന്ന് പറയപ്പോ ചേട്ടാ എന്ത് വിട്ടാന്ന് പറയും. അങ്ങനെ പിന്നീട് ഞാൻ തന്നെ അത് പിന്നെ എന്തെന്നാക്കി എന്താന്ന് ചോദിച്ചു. അങ്ങനെ അവിടുത്തെ ഒരു വാക്ക് പറഞ്ഞ് കൺഫ്യൂസ് ആക്കാറുണ്ടോ ചില വാക്കുകള്? തോനെ. തോണയോ? തോനെ. ഒരുപാട്
വളരെ സ്വന്തം ക്രാമെന്ന് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ഞാൻ എന്താ മണിയിട്ട അവൻ്റെ പശു എങ്ങാനാണോ നിങ്ങൾ എന്നെ ക്രാമെന്ന് വിളിക്കാനായിട്ട്. നിങ്ങൾ തിരുവനന്തപുരത്തും ഇത് തൃശ്ശൂരും, പക്ക തൃശ്ശൂർ തിരുവനന്തപുരം സ്ലാങ്ങിലൊന്ന് സംസാരിച്ചേ. ഹലോ ഹലോ, എന്തുട്ടാ ചെയ്യണേ? ഇവിടെ ഇരിക്കുന്നു. എവിടെ ഇരിക്കണ്? വീട്ടില്. കഴിച്ചാ? അയച്ചു. ചേട്ടാ എന്തിനാ ചെയ്യുന്നത്? ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുക. ആണോ? ഇന്റർവ്യൂ കൊടുത്തോണ്ടിരിക്കുക. ആണോ? അപ്പൊ നടക്കട്ടെ കാര്യങ്ങളൊക്കെ. നടക്കട്ടെ. നീ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഞാൻ ഇവിടെ ഇരിക്കുന്നു. എന്തെങ്കിലും ഇന്റർവ്യൂ ചെയ്തോണ്ട് കൊടുക്കാണോ? ഇല്ല ഇല്ല. ഞാനേ ശരി. അപ്പൊ അടിപൊളി, സെറ്റ്. എനിക്ക് നിങ്ങൾ സംസാരിക്കുമ്പോ ഇപ്പൊ ആദ്യം വരുന്ന സമയത്ത് ഭയങ്കര സൈലന്റ് ആണെങ്കിൽ പിന്നെ പതുക്കെ പതുക്കെ ആൾ ആ ഒരു ട്രാക്കിൽ വന്നു കേട്ടോ. ഒന്നല്ല, വേറൊരു ഫേസ് നാളെയാണ് എന്നാണ് പോകുന്നത്. അല്ല, ആദ്യം കാണുമ്പോ സംസാരിക്കാൻ ഒരു ഇതായിരിക്കും. സെറ്റാണ്. പക്ഷെ ആള് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്. എനിക്കൊന്ന് മിഥുട്ടിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മിഥുന്റെ ഇടയ്ക്കൊക്കെ പറയുന്നു മിഥുന്റെ ആഗ്രഹം എന്താണോ അതിന് കൂടെ ഞാൻ നിൽക്കും, അതാണ് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണർ കിട്ടാന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെയാണ്. ഇനി മിഥുട്ടിന്റെ ലൈഫ് പ്ലാനിങ് എന്തൊക്കെയാ, ഭാവി പരിപാടികള്? അതൊന്നും പ്ലാനിങ് ഒന്നും ആയിട്ടൊന്നുമില്ല. വർക്ക് ചെയ്യാ, മുന്നോട്ട് പോവാ. സിനിമ പുള്ളി പിന്നെ ഇവിടെ ഉണ്ടല്ലോ, പുള്ളിയുടേതായ കാര്യങ്ങളൊക്കെ പുള്ളി നോക്കും. കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള കാര്യങ്ങൾ, PSC, പിന്നെ അതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളി നോക്കും. നമ്മൾ ആ കാര്യങ്ങൾ നോക്കും. ബാക്കി ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുക, അവളെ എന്നെ സപ്പോർട്ട് ചെയ്യുക. നമ്മളങ്ങനെ പ്ലാനിങ് ഇട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു പ്ലാനിങ് നടക്കത്തില്ല. അപ്പം പിന്നെ സിമ്പിളായിട്ട് മുന്നോട്ട് ജീവിച്ച് പോവുക. ചെറിയ ചെറിയ എന്താ പറയുക, ചെറിയ ചെറിയ ആഗ്രഹങ്ങളിൽ സംതൃപ്തരാവുക എന്ന് പറയുന്നത് ആ ഒരു പ്ലാനിങ്ങിന് പോവാണ്. അങ്ങനെ തന്നെയാണോ പാറുന്റെ ലൈഫ് പ്ലാൻ എന്തൊക്കെയാ? കല്യാണം കഴിഞ്ഞാൽ സ്റ്റഡീസ് അതൊക്കെ നോക്കണം, ജോബ് നോക്കണം. അതിനൊക്കെ ചേട്ടൻ്റെ വീട്ടുകാരൊക്കെ സപ്പോർട്ടീവാണ്. ഇനി എന്ത് വേണം? എന്നെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ കാണിച്ചു കൊടുക്കും. ഇപ്പൊ തന്നെ പറയുന്നത്. പക്ഷെ രണ്ടുപേരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. നിങ്ങളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻസ്. എപ്പോഴും ഇതുപോലെ ഹാപ്പി ആയിട്ട് ഇരിക്കുക, പരസ്പരം സപ്പോർട്ടീവ് ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക. പതുക്കെ ബേബീസ് ഒക്കെ വരണം, ഹാപ്പി ആയിട്ടൊക്കെ പോകണം, പതുക്കെ വന്നാൽ മതി എന്നൊക്കെ. അപ്പൊ ലൈഫ് കളറായിട്ട് വരട്ടെ. എല്ലാവിധ ആശംസകളും തരുവാണ്. താങ്ക് യു സോ മച്ച്. ജോലി നേടാൻ ഒരേ ഒരു എൻട്രി. എൻട്രി ആപ്പ് ഡൗൺലോഡ് now.